ടൗണിലൂടെ വാഹനമോടിച്ച് പോകുമ്പോഴാണ് വഴിവക്കിൽ ഒറ്റയ്ക്കിരുന്നു മാമ്പഴം വിൽക്കുന്ന ഒരു വൃദ്ധനെ കണ്ടത്. കാർ നിർത്തി അയാളുടെ അരികിലേക്ക് നടന്നു. ചേട്ടാ, 2 കിലോ മാമ്പഴം. അദ്ദേഹം അത് തൂക്കി എനിക്ക് തന്നപ്പോൾ ഞാൻ ചോദിച്ചു, എത്രയായി? അദ്ദേഹം സൗമ്യമായി മറുപടി നൽകി, 100 രൂപ. 75 ആണേൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ കർക്കശമായി പറഞ്ഞു. അയാൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു, പിന്നെ സാവകാശം എന്നോട് പറഞ്ഞു, സാർ, ഇതിന് എത്രയാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ഇവിടെ നിന്ന് നേരെ വലിയ ഷോപ്പിലേക്ക് പോയാൽ അവിടുത്തെ വില ചോദിച്ചാൽ കുറയ്ക്കുമോ സർ? വൃദ്ധന്റെ വാക്കുകൾ മനസ്സിനകത്തേക്ക് വല്ലാതെ തട്ടി. ഞാനൊരിക്കലും ചിന്തിക്കാത്ത ഒരു യാഥാർത്ഥ്യം. ഞങ്ങൾ എപ്പോഴും വലിയ സ്ഥാപനങ്ങളിൽ പോയി അവിടെ ചോദിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി വലിയ മാന്യന്മാരാവും. പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിനായി കഷ്ടപ്പെടുന്നവന്റെ മുന്നിൽ മാത്രം നാം വിലപേശും. 10 രൂപ കൊടുക്കണമെന്ന് നമുക്ക് നിശ്ചയമുള്ളിടത്താണ് അത് 5-ൽ ഒതുക്കി വലിയ നേട്ടമുണ്ടാക്കി എന്ന് നമുക്ക് തോന്നും. നമ്മൾ മനസ്സിലാക്കുന്നില്ല, അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെ വിശപ്പിനെ കൂടുതൽ വളർത്തുന്നുവെന്നും. അല്ലെങ്കിൽ അതിനെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് നാം ചെയ്യുന്നത്. വിലപേശാം, പറ്റിക്കപ്പെടാതിരിക്കാൻ. പക്ഷേ ഒരു മനുഷ്യന്റെ അധ്വാനത്തെ, അവന്റെ വിശപ്പിനെ, അവന്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്ത് നാം നേടിയെന്ന് കരുതുന്നതാണ് നമ്മളിലെ ഏറ്റവും വലിയ നഷ്ടം.